ഹായ് ഫ്രണ്ട്സ്, സോമാലേനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കുറുമക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിച്ചു തരാം. അതിനായി ഒരു കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് പെരുംജീരകവും ഗ്രാമ്പു, കറുവപ്പട്ട, ഏലക്കായ എന്നിവയും ചേർത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതാണ് ചേർക്കുന്നത്. സവാള ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും ചേർത്ത് നന്നായി ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡറും ചേർക്കുന്നുണ്ട്. ഇതും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത ക്യാരറ്റും കുറച്ച് ഉരുളക്കിഴങ്ങും തലേദിവസം കുതിർക്കാൻ വെച്ചിരിക്കുന്ന ഗ്രീൻ ബീൻസും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. രണ്ടാം പാലാണ് ചേർക്കുന്നത്. രണ്ടാം പാൽ ചേർത്ത് ഒരു വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ കേട്ടപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കയ്യിൽ വെച്ചൊന്ന് ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങും ക്യാരറ്റും മാത്രം ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1-ാം പാലാണ് ചേർക്കുന്നത്. 1-ാം പാലും ചേർത്തൊന്ന് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ചപ്പാത്തിയുടെയും വെള്ളയപ്പത്തിൻ്റെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കുറുമയാണ്. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.